بسم الله الرحمن الرحيم. SYS رمضان كامبين. والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك أنا طامع للجود منك ولم يكن لأبي حنيفة في الأنام سواك يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني. أما بعد. സർവ്വധനീയായ സ്ത്രീകളോട് പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഖാഫ് സൂറത്തിലെ ഏതാനും ചില ആയത്തുകൾ വളരെ ലളിതവും പ്രാഥമികവുമായ പരാമർശങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർഹിക്കുന്ന വിധം അല്ലെങ്കിൽ തുടർന്നു വന്ന രൂപത്തിൽ എങ്കിലും അതിനെ വിശദീകരിച്ച് എവിടെയെങ്കിലും എത്തിക്കാൻ നമ്മുടെ സമയവും സന്ദർഭവും മതിയാവുകയില്ല. അതുകൊണ്ട് വളരെ ലളിതമായി ഇതിന്റെ ചില പ്രാഥമിക തലങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കാം. അപ്പോൾ അല്ലാഹുവിന്റെ ആസ്തിക്യത്തിന്റെ ദൃഷ്ടാന്തങ്ങളും അനുബന്ധമായ ചില പരാമർശങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നടത്തിയത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അല്ലാഹുവാകുന്ന രക്ഷിതാവ് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ശൈലിയുമാണ് അവസാനത്തിൽ നാം തുടങ്ങിയത്. അവിടെ നിന്ന് തന്നെ ഇന്നും ഇൻഷാ അല്ലാഹ് നാം തുടരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت
وعيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. ഇൻഷാഅല്ലാഹ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരാണ് നിർവഹിച്ചത് എന്ന് പ്രപഞ്ചത്തോട് പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്ന പ്രൗഢമായ നിരവധി സൂക്തങ്ങളിൽ ഒന്നാണ് വലഖദ് ഖലഖനൽ ഇൻസാന. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. തർക്കങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒന്നും ഒരിടയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ആരുടെ ഉടമസ്ഥതയിലാണ് എന്നൊരാൾ ബോധ്യപ്പെട്ടാൽ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ രക്ഷിതാവിന്റെ നിയമങ്ങളെ പാലിക്കുക എന്നത് അടിമയുടെ സ്വഭാവമാണ്. ആ സ്വാഭാവികമായ വിധേയത്വത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ സൃഷ്ടികർമ്മം ആരാണ് നടത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ മതിച്ചു പോകുന്ന, മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ജീവനാടിയേക്കാൾ നിങ്ങളോടെല്ലാവരോടും ഏറ്റവും അടുത്തവൻ അല്ലാഹുവാണ് എന്ന ഉണർത്തലാണ് ഇതിലൂടെ നൽകുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിന്റെ ആശയ തലങ്ങളെ ആവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ ഖുർആനികമായി ക്രമീകരിക്കണം എന്നതിലേക്കുള്ള ആന്തരിക സൂചനയാണ്. കാരണം നമ്മുടെ അധ്യായത്തിന്റെ തുടക്കം അങ്ങനെയാണ്. മഹത്വമേറിയ ആശയങ്ങളുടെ നിർദ്ധരിയാകുന്ന വിശുദ്ധ ഖുർആനിന്റെ മഹത്തായ ആശയതലങ്ങളെ ആവഹിക്കാനും പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവരാനും നമ്മെ ഉള്ളുണർത്തി ചിന്തിപ്പിക്കുവാനാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മുൻഗാമികളായ ആളുകൾ ആ ഖുർആനികമായ വിചാരങ്ങളെ ആവഹിച്ചെടുത്തപ്പോൾ അവരുടെ ജീവിതത്തെ മുഴുവനും ആ വിധത്തിൽ ചിട്ടപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ ജീവിതത്തെയും ശൈലിയെയും ജീവിതക്രമങ്ങളെയുമെല്ലാം അപഗ്രഥിക്കുന്ന സമയത്ത് ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ആയിഷത്തു സുഹ്റ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം കാന ഖുൽഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ ജീവിതം ഖുർആനികമായിരുന്നു. സൂറത്ത് ഭി ഖുർആനി ഹേ ഓ സീറത്ത് ഭി ഖുർആനി ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാവവും അവിടുത്തെ ജീവിതക്രമവും എല്ലാം ഖുർആനികമായിരുന്നു. അപ്പോൾ എന്റെ ജീവിതത്തിന്റെ ക്രമവും അതിന്റെ ഘടനയുമെല്ലാം ഖുർആനികമാണ് എന്ന് ലോകത്തോട് ഉണർത്തിത്തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത മഹത്തുക്കളായ സ്വഹാബത്തും അവരെ അനുവർത്തിച്ചു പോന്ന മഹാത്മാക്കളുമെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഇടവഴികളിലും പ്രായോഗിക തലത്തിലുമെല്ലാം ഖുർആനുമായി കൂടുതൽ വ്യാപൃതരായതായി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കുന്നതിൽ പ്രത്യേകമായ നിഷ്ഠമായിരിക്കുകയും കർക്കശമായ സമീപനത്തോടെ കൂടുതൽ പാരായണം ചെയ്യുകയും ചെയ്തയാളാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവുമായി ആത്മീയ ദർശനത്തിന് എനിക്ക് അവസരമുണ്ടായി.
അങ്ങനെ അള്ളാഹുമായി ആത്മീയ ദർശനത്തിന് അവസരമുണ്ടായപ്പോൾ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിന്നോട് കൂടുതൽ അടുക്കുവാനുള്ള വഴി എന്താണ്? എന്തുകൊണ്ടാണ് നിന്റെ അടിമകൾ, മുഖർറബീങ്ങളായ അടിമകൾ നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഏത് വിധത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു. ബിമാ യതഖറബു ഇലൈക്കൽ മുഖർരിബൂൻ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ജീവിത ശൈലിയിൽ നിന്ന് പകർത്തിയെടുത്ത അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ബികലാമി, എന്റെ കലാമാകുന്ന ഖുർആനിലൂടെയാണ് എന്റെ അടിമകൾ എന്നിലേക്ക് അടുക്കുക. അപ്പൊ അള്ളാഹുവിനോടുള്ള ചോദ്യം, ആ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ അതല്ല മനസ്സിലാക്കാതെയാണോ? ഖുർആനിന്റെ ആശയം മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, എന്റെ കലാമിലൂടെയാണ് എന്റെ അടിമകൾ എന്നിലേക്ക് അടുക്കുക എന്ന് ആത്മീയ ദർശനത്തിന്റെ വേളയിൽ അള്ളാഹുവിൽ നിന്ന് വിശുദ്ധമായ വെളിപാട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉണ്ടായി എന്ന് ഖൈറാത്തുൽ ഹിസാൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖുകൊണ്ട് ഇന്നലെയും മെനിയാനുമായി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത പരാമർശങ്ങൾ മാത്രമുള്ള പ്രമേയത്തിൽ സീഡികളായി നാളെ ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പൊ ഏതായാലും ശരി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയും അവിടുത്തെ സ്പർശനങ്ങളും ഏറ്റെടുത്ത മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ വലുതായി കണ്ടു. അവർ പരിശുദ്ധമായ ഖുർആനിന് കൊടുത്ത പ്രാധാന്യത്തിന്റെ പേരിൽ ഒരുപാട് മഹാന്മാർ ഇസ്ലാമിലേക്ക് വന്നതിന്റെ സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. അതിൽ ഒരു മഹാത്മാവിനെ പരിചയപ്പെടുത്തി നമുക്കിന്ന് തുടങ്ങാം. അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തിലെ ചക്രവർത്തിമാരിൽ ഉദ്ധരിക്കപ്പെടുന്ന പ്രഥമ ശീർഷകളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് എനിക്കൊരു വെളിപാട് ലഭിച്ചു. ഇത് അല്ലയോ പ്രിയപ്പെട്ട യസീദ് അൽ ബസ്താമി എന്നറിയപ്പെടുന്ന മഹാത്മാവിനോട് പറഞ്ഞു, അടുത്തുള്ള ക്രൈസ്തവ സഭയുടെ ഭവനത്തിലേക്ക് പോയി അവരെ ശരിയായ ഇസ്ലാമിക ദർശനത്തിലേക്ക് ക്ഷണിക്കണം, എന്നാൽ അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശങ്ങളുടെയും കർമ്മപദങ്ങളുടെയും വിരോധികളായിരുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ ചൈതന്യവുമായി കടന്നു ചെല്ലാൻ ബഹുമാനപ്പെട്ട ബായസീദ് അഥവാ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിനോട് വെളിപാടുണ്ടായി. ഉടനെ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അതിന്റെ വാതിൽക്കൽ നിൽക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന പോപ്പ് എന്നോട് സംസാരിക്കാൻ തയ്യാറായി. ഞാൻ ചെല്ലുമ്പോഴേക്ക് പോപ്പ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ വേദക്കാരുടെ സഭയുടെ നടുവിലേക്ക് ഇസ്ലാമിക വെളിച്ചം പകർന്നു കൊടുക്കാനും ആത്മീയമായ ജ്യോതിഷത്തിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠഭാഗങ്ങളെ പുനർജനിപ്പിക്കുവാനും കടന്നു ചെന്നപ്പോൾ പോപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിന്റെ ഇടയിൽ അബൂ യസീദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെല്ലാനും പെട്ടെന്ന് പോപ്പ് വർത്തമാനം എത്തിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു മുഹമ്മദീയ പുരുഷനുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതിന് സമാനമായ ഒരു സംഭവം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാം. അവിടുന്ന് ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിർഭരമായ ക്രൈസ്തവ സഭയുടെ നടുവിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ പോപ്പ് നേരെ നോക്കി മാത്രം സംസാരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറി മാറി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് മാത്രം സംസാരിക്കുന്നില്ല. ചോദിച്ച്, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ സദസ്സിൽ എവിടെയോ ഒരു മുഹമ്മദീയൻ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത്. അതുപോലെ ബായസീദ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു മുഹമ്മദീയനുണ്ട്, അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചു, കൈഫ അറഫ്തഹു, ഇവിടെ ഒരു മുഹമ്മദീയനുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ആ പുരോഹിതൻ പറയുകയാണ്, അസ്ഹാബു മുഹമ്മദിൻ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളമുണ്ട്.
അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്തതിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് കാണാനുണ്ട്. ഈ വന്നിരിക്കുന്ന ആളുടെയും മുഖത്ത് സുജൂദിന്റെ ഒരു അടയാളം നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന അബൂ യസീദ് റളിയല്ലാഹു അൻഹുവിനെ പുരോഹിതൻ തടഞ്ഞു നിർത്തിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇന്നി സാഇലുക അസ്ഇലതൻ ഇൻ അജബ്ത അൻഹാ ആമന്നാ ബിദീനിക. ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ മതത്തിലേക്ക് ഞാൻ കടന്നു വന്നുകൊള്ളാം. അബൂ യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ചോദിച്ചോളൂ. ചോദിച്ച ചോദ്യം വളരെ രസാവഹമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ആവർത്തിച്ച് പറയുന്നില്ല, വളരെ ലളിതമായി ഹ്രസ്വമായി ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനിൽ വാഹിദുൽ ലദീ ലാ സാനിയ ലഹു. ഒന്നേ ഉള്ളൂ, രണ്ടാമനില്ല, അതാരാണ്? മനിൽ ഇസ്നാനി ലദീ ലാ സാലിസ ലഹു. രണ്ടുപേരേ ഉള്ളൂ, മൂന്നാമനില്ല, അതാരാണ്? മൂന്ന് പേരേ ഉള്ളൂ, നാലാമനില്ല, അതാരാണ്? നാലെണ്ണമേ ഉള്ളൂ, അഞ്ചില്ല, അതേതാണ്? അഞ്ചെണ്ണമേ ഉള്ളൂ, അത് ആറില്ല, അതേതാണ്? ആറേ ഉള്ളൂ, ഏഴില്ല, ഏഴേ ഉള്ളൂ, എട്ടില്ല, എട്ടേ ഉള്ളൂ, ഒമ്പതില്ല, ഒമ്പതേ ഉള്ളൂ, പത്തില്ല, പത്തേ ഉള്ളൂ, 11ഇല്ല, അതേതാണ്? 11 ഉള്ളൂ, 12ഇല്ല, 12 ഉള്ളൂ, 13ഇല്ല, 13 ഉള്ളൂ, 14ഇല്ല. ഇങ്ങനെയുള്ള ചോദ്യം ബഹുമാനപ്പെട്ടവരോട് ചോദിക്കും. അടുത്ത ചോദ്യം, അള്ളാഹു തആല സൃഷ്ടിക്കുകയും അവൻ വെറുക്കുകയും ചെയ്ത വസ്തു ഏതാണ്? അള്ളാഹു തആല സൃഷ്ടിക്കുകയും ആദരിക്കുകയും ചെയ്ത വസ്തു ഏതാണ്? എന്നിട്ട് ചോദിക്കുകയാണ്, സ്വപ്നം നടത്തുകയും ആത്മാവില്ലാതിരിക്കുകയും ചെയ്യുന്ന വസ്തു ഏതാണ്? മൽ ഖബറുല്ലദീ സാറ ബിസാഹിബിഹി. ഖബറാളിയെയും കൊണ്ട് സഞ്ചരിച്ച ഖബർ ഏതാണ്? മസ്ജിദുൽ മുകവ്വനത്തു മിൻ 12 റസ്നൻ ഫീ കുല്ലി റസ്നിൻ 30 വറഖ ഫീ കുല്ലി വറഖത്തിൻ 5 സമറാത്ത്. ചോദിക്കുകയാണ്, 12 കൊമ്പുകളാലും ഓരോ കൊമ്പുകളിലും 30 ഇലകളാലും ക്രമീകരിക്കപ്പെട്ട, ഓരോ ഇലകളിലും 5 ഫലങ്ങളാലും ക്രമീകരിക്കപ്പെട്ട വൃക്ഷേതാണ്? അവസാനത്തെ ചോദ്യം, സ്വർഗത്തിന്റെ താക്കോൽ ഏതാണ്? അബൂ യസീദ് റളിയല്ലാഹു അൻഹുവിനോട് കോപ്പിന്റെ ചോദ്യമാണ്. എഴുതി പഠിച്ചു വെച്ചിട്ട് കാണാതെ പോയി പറയാൻ പറ്റുന്നതല്ല, ഏതെങ്കിലും പാഠപുസ്തകത്തിൽ നിന്ന് അഭ്യസിക്കുന്നതല്ല. ഇങ്ങനെയെല്ലാമുള്ള ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, അമ്മൽ വാഹിദുൽ ലദീ ലാ സാനിയ ലഹു ഫഹുവ അല്ലാഹു അസ്സ വജല്ല. ഒന്നേ ഉള്ളൂ, രണ്ടാമതില്ല, അത് അല്ലാഹുവാണ്. എന്റെ കയ്യിലുള്ള മറുപടി, തെളിവ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. ഖുർആനികമായ മറുപടിയാണ്. രണ്ടെണ്ണമേ ഉള്ളൂ, മൂന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് മറ്റൊന്നുമല്ല, വജഅൽന അൽ-ലൈല വൻ-നഹാറ ആയതൈൻ. രാവിലെയും പകലിനെയും നമ്മൾ 2 ദൃഷ്ടാന്തങ്ങളാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ കൂട്ടത്തിൽ എണ്ണാൻ മൂന്നാമത് മറ്റൊന്നില്ല. മൂന്നേ ഉള്ളൂ, 4 എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേതാണെന്ന് ചോദിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യങ്ങൾ 3 ഉള്ളൂ. അത് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതാണ്. 4ാമതൊരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. 4 ഉള്ളൂ, 5 എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരം ഫഹിയൽ കുതുബുസ് സമാവിയ്യത്തുൽ അർബഅ. ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല അവതരിപ്പിച്ചു നൽകിയ വേദങ്ങൾ 4 ഉള്ളൂ, 5 അസ്സബൂർ വത്തൗറാത്ത് വൽ-ഇൻജീൽ വൽ-ഖുർആൻ. ഖുർആനാണ്, സബൂറാണ്, അതുപോലെ തന്നെ തൗറാത്താണ്, ഇൻജീലാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ അടങ്ങുന്ന 4 വേദങ്ങളാണ്. 5 ഉള്ളൂ, 6. അതല്ലേ നിങ്ങളുടെ ചോദ്യം? അല്ലാഹു തആല പറഞ്ഞു, പഠിപ്പിച്ചു തന്ന 5 നേരത്തെ നിസ്കാരമാണ്, അതിന് 6. അമ്മ സിദ്ദത്തുൽ ലദീ ലാ സാബിഅ ലഹാ. 6 ഉള്ളൂ, 7. അതേതാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ലഖദ് ഖലഖന അസ്-സമാവാതി വൽ-അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ വമാ മസ്സനാ മിൻ ലൂബൂബ്. അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുവാൻ അവൻ നിശ്ചയിച്ച സമയത്തെ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പരിചയപ്പെടുത്തിയത് അത് 6 ദിവസമാണ്, 6 അയ്യാം എന്നാണ്. അതുകൊണ്ട് അത് 6 ഉള്ളൂ, 7. അവസാനം ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, 7 ഉള്ളൂ, 8. നിങ്ങൾ ചോദിച്ചല്ലോ. അതിനും എന്റെ കയ്യിലുള്ള മറുപടി ഖുർആനാണ്.
അലം തറൂ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ. അല്ലാഹു തആല 7 ആകാശങ്ങളിൽ എങ്ങനെയാണ് ക്രമാനുഗതമായി സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? അത് 7 ഉള്ളൂ, 8 പറഞ്ഞിട്ടില്ല. പിന്നീട് മഹാനവകൾ പറയുന്നു 8 ഉള്ളൂ, 9 ഇല്ല. അതെന്താണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അള്ളാഹുവിന്റെ അറസിനെ വഹിക്കുന്ന മാലാഖമാരുടെ എണ്ണം പറഞ്ഞപ്പോൾ അവിടെ 8 ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതാണ് അതിനുള്ള മറുപടി. പിന്നീട് നിങ്ങൾ പറഞ്ഞു 9 ഉള്ളൂ, 10 ഇല്ല. അതേതാണെന്ന് എന്നോട് ചോദിച്ചില്ലേ? വലഖദ് ആതൈനാ മൂസ 9 ആയാതിൻ ബയ്യിനാത്ത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിന് 9 ദൃഷ്ടാന്തങ്ങളെ നമ്മൾ നൽകി. എന്താണ് ഖുർആനിലുള്ളത്? 10 എന്നല്ല, 10 ഉള്ളൂ, 11 എന്നില്ല നിങ്ങൾ പറഞ്ഞല്ലോ. അതെന്താണെന്ന് ചോദിച്ചാൽ വഅമ്മൽ അശ്റത്തുല്ലതി ലാ ഹാദി അശ്റ ലഹാ ഫഹിയ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അതിന് 10 ഇരട്ടിയാണ് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അതാണ് 10 11 ഇല്ല എന്ന് നമുക്ക് പറയാവുന്നത്. 11 ഉള്ളൂ, 12 ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേതാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങളാണ്. അവർ 11 പേരാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. അവിടെ 11 സഹോദരങ്ങളെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, 12 അല്ല. وأما 12 التي لا ثالث لها فهي انفجار الحجر إلى 12 عينا. الله سبحانه وتعالى പരിശുദ്ധരായ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി നൽകുമ്പോൾ അവിടെ പൊട്ടിയെടുത്ത പാറയിൽ നിന്ന് പാറയിൽ നിന്ന് പിറവിയെടുത്ത അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോൾ 12 അരുവികൾ എന്നാണ് പറഞ്ഞത്. 13 എന്ന പരിചയം അവിടെ പെടുത്തുന്നില്ല. ഇനി 14 എന്നേ 13 എന്നേ ഉള്ളൂ, 14 എണ്ണമില്ല. അതേതാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അത് നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ്. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. അവിടെ സൂര്യനും ചന്ദ്രനുമാകുന്ന മാതാപിതാക്കൾ 2 പേരടക്കം 13 പേരാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഹാജരായത്. അവർ മാത്രമാണ്, 15 ഉള്ളൂ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് വെറുത്ത സംഗതികളാണ് എന്നാണെന്ന് ഏതാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖുർആൻ 19-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. അല്ലാഹു തആല പടച്ചതാണ് കഴുത. പക്ഷേ അല്ലാഹു തആല പടച്ച കഴുതയുടെ സ്വരത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. കഴുതയുടെ ശബ്ദം വെറുക്കപ്പെട്ട ശബ്ദമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് അതിനെ ആദരിച്ചു. അതേതാണെന്നല്ലേ ചോദിച്ചത്? അല്ലദീ ഖലഖഹുല്ലാഹു വഅല്ലമഹു കൈദുൻ നിസാ. സ്ത്രീകളുടെ ചതിയാണ്. കാരണം ഖുർആൻ സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന കൈദകുന്ന അദീം. പിന്നീട് നിങ്ങൾ ചോദിച്ചു, ആത്മാവില്ല, ശ്വസനം നടത്തുന്നു എന്ന പ്രയോഗം എവിടെയാണുള്ളത്? മഹാനവകൾ പറയുന്ന സൂറത്തു തക്വീർ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വസ്സുബ്ഹി ഇദാ തനഫ്ഫസ്. പ്രഭാതത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ശ്വസനത്തെ കുറിച്ച് പറയുകയാണ്. അതേസമയത്ത് അതിന് ആത്മാവുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നില്ല. 18-ാമത്തെ ചോദ്യം, 12 കൊമ്പുകളുള്ള 30 ഇലകളുള്ള 5 ഫലങ്ങളുള്ള വൃക്ഷമേതാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അതിനുള്ള മറുപടി മറ്റൊന്നുമല്ല, നമ്മുടെ ഇടയിലുള്ള മാസങ്ങളാണ്. കിതാബില്ല, അള്ളാഹുവിന്റെ വേദത്തിൽ 12 മാസങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതാണ് ആ ഓരോ കൊമ്പുകൾക്കും ആവറേജ് പറഞ്ഞാൽ 30 ഇലകളാകുന്ന 30 ദിവസങ്ങളാണ്. ആ 30 ദിവസങ്ങളിലും 5 ഫലങ്ങൾ, അത് 5 നേരത്തെ നിസ്കാരങ്ങളാണ്, ഫലങ്ങളാണ്. എന്നിട്ട് അവസാനത്തെ 19-ാമത്തെ ചോദ്യം, വഅമ്മാ മിഫ്താഹുൽ ജന്ന ഫഹുവ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. കാരണം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വിശുദ്ധരുടെ വിജയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല ലാ ഇലാഹ
ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചയാളാണ് എന്ന് വിശുദ്ധമായ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നത് കാണാം. ആ ഹദീസ് അടിസ്ഥാനത്തിലും പരിശുദ്ധമായ ഖുർആനിന്റെ ആശയം കൊണ്ടും ഇങ്ങനെ ക്രൈസ്തവ പുരോഹിതന്മാരും സാധാരണക്കാരും അടങ്ങുന്ന വിശാലമായ സദസ്സിന്റെ നടുവിലേക്ക് നിന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിനാൽ ആവഹിച്ചെടുത്ത ആത്മാവുമായി പ്രതികരിക്കാൻ എന്നപ്പോൾ അവരുടെ മുമ്പിൽ വിജയം വരിക്കുക മാത്രമല്ല അത്രയും വലിയ ജനസംഖ്യ മുഴുവനും എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് വന്നു എന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ എഴുതുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും പകർത്തുവാനുമാണ് നമ്മുടെ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കരണവരമ്പുകളെക്കാൾ നമ്മൾ അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. يتلقى المتلقيان عن اليمين وعن الشمال قعيد. നിങ്ങളുടെ വലഭാഗത്തും ഇടഭാഗത്തും നിന്ന് രണ്ടാളുകൾ നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തെ നിങ്ങൾ ആലോചിക്കുവാൻ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതിന്റെ വിശദമായി തന്നെ അടുത്ത ആയത്ത് ما يلفظ من قول إلا لديه رقيب عتيد. നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളും ഏത് വചനവും നിങ്ങളുടെ സംസാരങ്ങൾ മുഴുവനും റഖീബ് അതീദ് എന്നീ ചുമതലപ്പെടുത്തപ്പെട്ട രണ്ട് മഹത്തുക്കളായ മാലാഖമാർ ആ ലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, കാത്തിബുൽ ഹസനാത്തി അലാ യമീനിർ റജുൽ, ഒരാളുടെ വലഭാഗത്താണ് അയാളുടെ നന്മ എഴുതുന്ന മലക്കുള്ളത്. വകാത്തിബുസ് സയ്യിആത്തി അലാ യസാരിർ റജുൽ, അതാ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക് അവന്റെ ഇടഭാഗത്താണുള്ളത്. വകാത്തിബുൽ ഹസനാത്തി യമീനുൻ അലാ കാത്തിബിസ് സയ്യിആത്ത്, തെറ്റുകൾ രേഖപ്പെടുത്തുന്ന മലക്കിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡ്യൂട്ടി കൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത രേഖപ്പെടുത്തുന്ന മലക്കിനുണ്ട്. ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്ക് അതിന്റെ 10 പ്രതിഫലങ്ങൾ ആ മലക്കിന്റെ ഏടിൽ രേഖപ്പെടുത്തും. എന്തെങ്കിലും ഒരു തെറ്റായ കർമ്മം ചെയ്താൽ വലഭാഗത്തിരിക്കുന്ന നന്മ എഴുതുന്ന മലക്ക് തിന്മ എഴുതുന്ന മലക്കിനോട് പറയും, ഒരു 7 മണിക്കൂർ ഒന്ന് വിട്ടുകൊടുത്തേക്ക്. ചിലപ്പോൾ അയാൾ തസ്ബീഹ് ചൊല്ലിയേക്കാം, അല്ലെങ്കിൽ അയാൾ ഇസ്തിഗ്ഫാർ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ രേഖപ്പെടുത്തേണ്ടതില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പരിശുദ്ധമായ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്ക് ദുഷ്കർമ്മങ്ങൾ രേഖപ്പെടുത്താനുള്ള മലക്കിനോട് പറയും. അങ്ങനെ അതിന്റെ പേര് അമീനാണ് എന്ന് പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങി 6 ഹദീസ് നിവേദകന്മാരും രേഖപ്പെടുത്തുന്നതാണ്, ഇന്നല്ലാഹ തുജാവിദു ലിഉമ്മതി അമ്മാ ഹദ്ദതത് ബിഹി അൻഫുസുഹാ മാ ലം തതകല്ലം ബിഹി ഔ തഅമൽ ബിഹി. ആത്മകഥം ചെയ്ത കാര്യങ്ങളെ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഉള്ളിൽ ആലോചിച്ചു ഒരു തെറ്റ് ചെയ്യണമെന്ന്, പക്ഷേ അയാൾ ചെയ്തില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞില്ല, എന്നാൽ രേഖപ്പെടുത്തുകയില്ല, അയാൾക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് എന്ന പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഔദാര്യവാനായ അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളെ അടയാളപ്പെടുത്താനും ചെയ്തികളെ രേഖപ്പെടുത്താനും അതിന്റെ നന്മയും തിന്മയും കൃത്യമായി അളന്ന് അടയാളപ്പെടുത്താനും 2 മാലാഖമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ മാലാഖമാരിൽ സൽക്കർമ്മങ്ങളെ രേഖപ്പെടുത്തുന്ന മലക്ക് സൽക്കർമ്മത്തെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ശാസ്ത്രീയമായും ആനുകാലികമായും ഒരുപാട് വായനകൾ അർഹിക്കുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട്
ലളിതമായ ഒരു സൂചന നൽകാനേ ഇപ്പോൾ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മലക്കുകൾ എന്ന് പറയുന്ന ഒരു സൃഷ്ടി വിഭാഗമുണ്ടോ ഇല്ലേ എന്നൊരു പക്ഷേ യുക്തി വിചാരങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പരിചയപ്പെടുത്തുന്നത് അവരുടെ ഡ്യൂട്ടികളിലൂടെയാണ്. മലക്കുകളുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആൻ മലക്കുൽ മൗത്ത് എന്ന് മരണത്തെ പിടിപ്പിക്കുക, നമ്മുടെ ആത്മാവുകളെ പിടിക്കുന്ന മലക്കിനെയും അതുപോലെ തന്നെ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും എല്ലാം പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിപ്പിക്കുമെങ്കിലും അവരുടെ ഡ്യൂട്ടികളിലൂടെയാണ് കൂടുതലും മാലാഖമാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താൽ സൃഷ്ടിച്ചിട്ടുള്ള വളരെ അധികം മഹത്വമുള്ള വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങളിലേക്ക് മാറാനും അതുപോലെ തന്നെ ഗുണഗണങ്ങൾ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടിയിലൂടെയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണം, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്പിയാക്കൾക്ക് മുർസലീങ്ങൾക്ക് ഇലാഹി ദൗത്യങ്ങളെ എത്തിച്ചു കൊടുക്കുവാനുള്ള ഡ്യൂട്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയുമായി പ്രകൃതിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിക്കുന്നത്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആത്മാവിന്റെ കൺട്രോളുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ ലോകത്ത് കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും വേഗതയുള്ള സാധനം ആ വേഗതയുള്ളത് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് മലക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വേഗത നൽകിയിട്ടുള്ളത് പ്രകാശത്തിലാണ്. ഒരു പ്രകാശകണത്തിന്റെ വേഗത 3×10⁸ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുവാനുള്ള വേഗത ഒരു പ്രകാശകണത്തിനുണ്ട്. അഥവാ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശ ബിന്ദു 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചെത്തും. അത്രയും വലിയ വേഗത പ്രകാശത്തിനുണ്ട്. ആ പ്രകാശത്താലുള്ള മലക്കുകൾ ഈ ലോകം മുഴുവനും തവാഫ് ചെയ്യാൻ ചിലപ്പോൾ 1 മിനിറ്റ് പോലും അവർക്ക് വേണ്ടി വരില്ല. ഉദാഹരണം, ഗുജറാത്തിൽ കലാപം നടന്നു. ഒരു അസ്റായീൽ അലൈഹിസ്സലാം ഇവരെല്ലാം കൂടെ റൂഹ് എങ്ങനെ പിടിക്കുക? അസ്റായീൽ ഒന്നല്ലേ ഉള്ളൂ. ആ സംശയത്തിന് നിവാരണമാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്താലാണ്. ആ മെഗാ പവർ ഈ 3 ലക്ഷം കിലോമീറ്ററിനേക്കാൾ അപ്പുറം വേഗതയുള്ള പ്രകാശത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ പത്രത്തിൽ വായിക്കും 500 പ്രകാശ വർഷം അപ്പുറത്ത് പുതിയ ഒരു ഗോളം ശാസ്ത്രീയ ലോകം കണ്ടുപിടിച്ചു. നമ്മൾ വിചാരിക്കും കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ അമേരിക്കയിലോ മറ്റൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചാര വേഗതയുള്ള പ്രകാശം 500 കൊല്ലം തുടർച്ചയായി സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തുമോ അവിടെ ഒരു ഗോളമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പ്രകാശം 500 വർഷം സഞ്ചരിച്ചാൽ എവിടെ എത്തുമോ അത്രയും ദൂരത്ത്. അപ്പൊ എത്ര ദൂരം ഉണ്ടാവും? അവിടെയാണ് ഗോളമുണ്ട് എന്ന് ശാസ്ത്രലോകം പറയുന്നത്. അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ശാസ്ത്രലോകത്തിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ ഈ ശില്പത്തിന്റെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയുടെ ഭംഗി, മാങ്ങയുടെ ഭംഗി, ഈ പ്രപഞ്ചത്തിന്റെ ഭംഗി, ഇതിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ. എത്ര വലിയ ബുദ്ധിമാന്മാരാണെങ്കിലും അവർ ശില്പത്തിന്റെ പിന്നിലാണ്. നമ്മളങ്ങനല്ല, നമ്മുടെ പണ്ഡിതന്മാരങ്ങനല്ല. ഈ ശില്പത്തെ രൂപപ്പെടുത്തിയ ശില്പിയായ അല്ലാഹുവിന്റെ പിന്നിലാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ ആത്മജ്ഞാനം ഏറ്റെടുത്ത ആളുകൾ, മാലാഖമാർ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ ഉയരുന്നത് യഥാർത്ഥത്തിൽ അതീവ ബുദ്ധിമാന്മാരായ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന ഫല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകൾ ലോകത്തേക്ക് നോക്കിയിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ വിലയിരുത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റഖീബ അതീദ് എന്ന് പറയുന്ന 2 മലക്കുകളേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഹസനാത്തും ചെയ്യാത്തും എഴുതാൻ എന്ത് പണിയായിരിക്കും അവർക്ക്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ടൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ
നമുക്കൊക്കെ മനസ്സിൽ വരേണ്ട ഒരു പെണ്ണും കേറാത്തടുത്ത് എഴുതുക എന്നുള്ളതേ നമുക്ക് തത്വങ്ങളാവും, നമുക്ക് കോലപ്പെടും. ഇന്നങ്ങനെയല്ല. ഇന്ന് മാറി മോനെ ഒരു എസ് എഴുതണം ഒരു കുട്ടിയോട് പറഞ്ഞാൽ അവന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് പെണ്ണും കടലാസ് എടുത്തെഴുതുന്നത് മാത്രമല്ല, കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് വരെ. ഒന്നുകൂടി വരുന്നാലോ, മനസ്സിൽ വിചാരിക്കുന്ന വിഷയങ്ങളെ ലെറ്റേഴ്സായി മാറ്റാനും സൗണ്ടുകളാക്കി മാറ്റാനുമുള്ള ആധുനിക സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് സംസാരശേഷിയില്ലാത്ത, കൈ ചലിക്കാത്ത, കാല് ചലിക്കാത്ത അതീവ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ്. ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എങ്ങനെയാ? നാവ് ചലിക്കൂല, വോക്കൽ കോഴ്സുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം മനസ്സിൽ വിചാരിക്കുന്നതിനെ കമ്പ്യൂട്ടർ റീഡ് ചെയ്തെടുക്കുകയാണ്. ആ റീഡ് ചെയ്തെടുത്തതിനെ പിന്നീട് സൗണ്ടുകളായോ ലെറ്റേഴ്സുകളായോ പ്രത്യുൽപാദിപ്പിക്കപ്പെടുകയാണ്. അദ്ദേഹം ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം പിറ്റേത് ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരുന്നു. ആ പ്രസംഗം ഇങ്ങനെയാണ്: പൂർണ്ണമായും യന്ത്രവൽകൃതമായ കമ്പ്യൂട്ടറൈസ്ഡ് വീൽ ചെയറിലുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ വിചാരങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കലാണ്. ഇതുപോലെ പോലും ലോകമെന്ന് വളർന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന പ്രപഞ്ചത്തിന്റെ അധിപനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും രേഖപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല. എന്നാൽ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പ്രമാണമുണ്ട്. പണ്ടത്തെ കാലത്ത് റസീബ് അക്കീലും ഹസനാത്തും ചെയ്യാത്തതിന് 2 മലക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യായമായി സംശയിക്കാം. 2 മലക്കുകൾ എങ്ങനെയാണ് പടച്ചവനെ ഇത്രയും ആളുകളുടെ ഹസനാത്തും ചെയ്യാത്തതൊക്കെ രേഖപ്പെടുത്തുക? ഇന്ന് അത്രയൊന്നും സംശയമില്ല. ഈ സ്ഥലത്തിൽ ഏകദേശം ഒരു 5 or 6 കമ്പനിയുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഈ മൊബൈലിന്റെ മുഴുവൻ മെസ്സേജുകൾ പോകുന്നത് ഒരു പക്ഷേ ഒറ്റ സാറ്റലൈറ്റിലേക്കായിരിക്കും. ഒറ്റ സാറ്റലൈറ്റിലേക്ക് നമ്മുടെ മൊബൈലിന്റെ കീബോർഡിൽ നിന്ന് 9388421313 എന്ന നമ്പർ ഡയൽ ചെയ്യുമ്പോൾ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ബഹിരാകാശ പേടകത്തിൽ പോയി തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ആളുടെ മൊബൈലിലേക്കായിരിക്കും അടിച്ചത്, അവിടേക്ക് തിരിച്ചു വരുന്നു. ഇതിന്റെ ഇടയിൽ സെക്കൻഡുകൾ പോലും വേണ്ട. അതിന്റെ ഇടയിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് നാം ഡയൽ ചെയ്യുന്ന നമ്പർ നേരെ പോയി എവിടെ? ഡിജിറ്റൽ മെമ്മറിയുള്ള കിതാബും മർക്കൂമിലേക്ക്. കിതാബും മർക്കൂമിന് നേരെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ ഡിജിറ്റൽ മെമ്മറി എന്ന് പറയേണ്ടി വരിക. അപ്പൊ കിതാബും മർക്കൂമിലേക്ക് പോയി നേരെ. എന്നിട്ട് അവിടെ നിന്ന് നോക്കി 9388 ഇതേത് പഞ്ചായത്തിലെ ഏത് ID കൊടുത്ത ഏതാളുടെ മൊബൈലാണ്. ഇതിന്റെ ഇടയിൽ തീരുമാനിച്ചു കഴിഞ്ഞു, അയാളുടെ മൊബൈലിലേക്ക് റിംഗ് ചെയ്യുന്നു. ഇത്രയും സംവിധാനം മനുഷ്യനെ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും അധിപനായ അല്ലാഹുവിനെ അരമലക്കിന്റെ പോലും ആവശ്യമില്ല. പക്ഷേ അവന്റെ വ്യവസ്ഥിതിയാണ് റഖീബുൽ ഹകീം. അതുകൊണ്ട് അതെങ്ങനെയാണ് തീർത്തു പറയാൻ നമുക്കാർക്കും കഴിയില്ല. ഇത്തരം പുതിയ ഗവേഷണങ്ങളിൽ നിന്ന് നമ്മുടെ അനുമാനങ്ങൾക്കൊക്കെ അപ്പുറമാണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് റഖീബ് അതീദ് എന്ന് പറയുന്ന 2 മാലാഖമാർ എങ്ങനെയാണ് നമ്മുടെ ദുഷ്കർമ്മങ്ങളെയും സൽക്കർമ്മങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുക എന്നതിൽ ആശങ്കയൊന്നും വേണ്ട. ആധുനിക യുഗത്തിന്റെ മുമ്പിൽ വളരെ പ്രൗഢമായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ വിഷയം. ഇന്നലെയും മാധവൻ നായർ കൊച്ചിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റോബോട്ടുകളെ വിട്ട് ചന്ദ്രനിൽ നിന്ന് സാധനങ്ങൾ പറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിരീക്ഷണം നടത്താൻ. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ മനുഷ്യന് ചെയ്യാനും ചിന്തിക്കാനും കഴിയുമെങ്കിൽ പരമാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. റഖീബുൽ ഹകീം. അപ്പോ ആധുനിക യുഗത്തിൽ ഓരോ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടുകയാണ് വേണ്ടത്, കുറയല്ല. പക്ഷേ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ ദൈവമാക്കുക, അവരെയും ഈ വിഷയത്തിലൊക്കെ പഠിച്ച അല്ലാഹുവിനെ മറക്കുക. ലോകത്തിന്റെ വൈരുദ്ധ്യം ഇപ്പൊ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം. ഇത്രയും വലിയ ആധുനിക സംവിധാനങ്ങളുടെ നടുവിൽ ശാസ്ത്രീയ ലോകത്തിന്റെ ഗുണഭോക്താക്കളായി നമ്മൾ ജീവിക്കുമ്പോ ഇനിയും നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സംവിധാനങ്ങൾ എത്രയാണ്.
ഇപ്പോ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പുറത്തുള്ള കടയിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ത്യൻ റെയിൽവേയുടെ ബുക്കിംഗ് കേന്ദ്രത്തിലേക്ക് നാളെ മംഗലാപുരം ടു തിരുവനന്തപുരം പോകാനുള്ള ട്രെയിനിൽ എത്രയെങ്കിലും ടിക്കറ്റ് ബാക്കിയുണ്ടോ? 6348 നമ്പർ ട്രെയിനിൽ. അപ്പൊ അയാൾ പറഞ്ഞു 50 വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, 50 സീറ്റ് ബാക്കിയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അയാൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് പറയും ഇപ്പൊ 50ാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റിലാവുള്ളത്. ഇതിന്റെ ഇടയിൽ 100 ബുക്കിങ്ങുകൾ നടന്നിട്ടുണ്ടാകാം. എവിടുന്ന്? ഒരു മാസ്റ്റർ കമ്പ്യൂട്ടർ, ഇന്ത്യൻ റെയിൽവേയുടെ മാസ്റ്റർ കമ്പ്യൂട്ടറിന്റെ ശാഖകൾ റെയിൽവേയുടെ ഓഫീസുകളിലും ബുക്കിംഗ് കേന്ദ്രങ്ങളിലും അക്ഷയ സെന്ററുകളിലും എല്ലാം ഇരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിന്റെ ഇടയിൽ 10 പേര് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, 10 പേര് തിരുവനന്തപുരത്ത് നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, 10 പേര് തൃശ്ശൂരിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ടിക്കറ്റുകൾ മുഴുവനും പോകാനിടയുണ്ട്. ഇത്രയും വലിയ സംവിധാനം ഒരു മാസ്റ്റർ കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു. ഇനി അതൊന്നും വേണ്ട, എന്റെ കൈവശം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിന്റെ സീരിയൽ കോഡ് എന്റെ ആത്മമിത്രമായ റഫീഖ് കൊല്ലത്തുണ്ട്. ആ റഫീഖിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കുറച്ച് പരിജ്ഞാനമുള്ളവരാണ്. എന്റെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആഡ് ചെയ്യണമെങ്കിലോ വൈറസ് സ്കാൻ ചെയ്യണമെങ്കിലോ ഇത് ക്രമീകരിക്കണമെങ്കിലോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് റഫീഖിനോടൊന്ന് വിളിച്ചാൽ മതി, എന്റെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിക്കണം. അവൻ നേരെ അവന്റെ കമ്പ്യൂട്ടർ എടുത്തു വെക്കും. എന്റെ കമ്പ്യൂട്ടറിന്റെ സീരിയൽ കോഡ് അവന്റെ കമ്പ്യൂട്ടറിലുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് എന്റെ മോണിറ്റർ അവൻ പ്രവർത്തിപ്പിക്കും. നിലവിലുള്ള സംവിധാനം ഞാൻ പറയുന്നത് സാങ്കല്പികമല്ല. എന്റെ കൈവശമുള്ള കമ്പ്യൂട്ടറിന്റെ കീബോർഡ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് 300ഓളം കിലോമീറ്റർ ദൂരമുള്ള ആത്മമിത്രത്തിന് അല്ല ലോകത്തെവിടെയും നിന്നുകൊണ്ട് ഇതിന്റെ സീരിയൽ കോഡുകൾ വഴി റിമോട്ട് കൺട്രോളിംഗ് സംവിധാനം ഇന്ന് കമ്പ്യൂട്ടർ ലോകത്തുണ്ട്. എന്നാൽ പിന്നെ ഒരു റഖീബിനും ഒരു അസീദിനും ഇത്രയും മനുഷ്യന്മാരുടെ സീരിയൽ കോഡ് അറിയാം. കാരണം എന്താ? ഇന്നാ ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സീരിയൽ കോഡ് അല്ലാഹുവിങ്കലുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കിനെ കൊണ്ട് കൺട്രോൾ ചെയ്യിക്കാൻ ഒരു പ്രശ്നമില്ല. ഇതിന്റെ അർത്ഥം നാളെ ഇനി അസ്രായീൽ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറാണെന്നും അല്ലാഹു തആല തന്നെ സീരിയൽ കോഡ് എഴുതിയ ആളാണെന്ന് നിങ്ങൾ പറയരുത്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിലെയും ഉദാഹരണങ്ങൾ പറയും ഇമാമിങ്ങളുടെ ശൈലിയാണ്. കാരണം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അല്ലാമ സ്വാമിയുടെയും സുലൈമാനുൽ ജമലിന്റെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ 2 കാളയുടെ കൊമ്പിന്റെ നടുവിലാണെന്നൊരു ചിത്രീകരണം കാണാം. ഒരിക്കലും അതിനൊന്നും വിമർശനം അർഹിക്കുന്നില്ല. കാരണം ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അച്ചുതണ്ടെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അന്നത്തെ ആളുകൾക്ക് അച്ചുതണ്ടിന്റെ നടുവിലാണ് ഭൂമി എന്ന് പറഞ്ഞാൽ അന്നത്തെ സൊസൈറ്റിക്ക് അറിയില്ല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ അതേ ഉള്ളൂ. അതുകൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഉപയോഗിച്ചു, ഇമാം സുലൈമാനുൽ ജമൽ അങ്ങനെ ഉപയോഗിച്ചു, അല്ലാമ സ്വാമി ഉപയോഗിച്ചു. അല്ലാതെ അവർക്ക് വിഷയം മനസ്സിലാക്കാനിട്ടല്ല. പുതിയ ചില ആളുകൾ ഇത്തരം തഫ്സീറുകളെ കണ്ണടച്ചുകൊണ്ട് വിമർശിക്കാൻ ഇറങ്ങിയവരുണ്ട്. അവരുടെ മുമ്പിൽ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യണം. ഇന്ന് ശാസ്ത്രം പറയുന്ന അച്ചുതണ്ട് നാളെ അവർ വേറെ തേങ്ങാത്തണ്ടെന്ന് പറഞ്ഞേക്കാം, മാറി വരാം. അപ്പൊ ഓരോ കാലഘട്ടത്തിന്റെയും അനുസൃതമായി ആയത്തുകളുടെ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഉദാഹരണങ്ങൾ സ്വീകരിക്കൽ മഹത്തുക്കളുടെ ശൈലിയാണ്. ആ നിലയിൽ ഈ കാലഘട്ടത്തിലുള്ളവരോട് പറയേണ്ടത്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യംഗ്യമായി സൂചിപ്പിച്ച കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ ഏകദേശം അൻതരിദൽ അമസു റബ്ബതഹ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളം ഉടമയെ അടിമ പ്രസവിക്കലാണ്. ഈ വിഷയത്തിന് ഫത്ഹുൽ ബാരിയിൽ കാണാം 7-8 ഉദാഹരണങ്ങൾ. ആ കാലഘട്ടത്തിന് വിശദമായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ അവതരണം മറ്റൊരു ശൈലിയിലാകാം. കാലഘട്ടങ്ങൾക്കനുസരിച്ച് വിസ്തൃതമായ വ്യാഖ്യാനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ വ്യാപ്തി നമ്മുടെ ആയത്തുകൾക്കും ഹദീസുകൾക്കും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മുൻഗാമികളെ വിമർശിക്കുക ഒരിക്കലും പഥ്യമുള്ള കാര്യമല്ല. അവർ നമ്മേക്കാൾ മനസ്സിലാക്കിയവരും പഠിച്ചവരും അത് ഹൃദിസ്ഥമാക്കി എഴുതി വെച്ചവരുമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവലംബിക്കാൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ളത്. ഇന്നതിന് സമാനമായ ഒരു രചന ജനിക്കാനുള്ള നിയോഗം ഈ കാലഘട്ടത്തിലില്ല. കാരണം റാസി ഇമാമിനെ പോലെ ആയുധമുള്ള പണ്ഡിതന്മാരെവിടെ?
ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജാമിഉൽ കബീറും ജാമിഉസ് സഗീറും അതിന് സമാനമായ ഒരു രചന നടത്താൻ പറ്റുന്ന പണ്ഡിതന്മാരെവിടെ? അപ്പോൾ അവരവരുടെ ദൗത്യങ്ങൾ കാലോചിതമായി നിർവഹിച്ചതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണഭോക്താക്കളായ നമ്മൾ അവരുടെ മൂല്യത്തെ മനസ്സിലാക്കണം. വിമർശനത്തിലേക്ക് കടക്കാൻ പാടില്ല. ഞാൻ വിശദീകരിച്ചു പോയാൽ നീണ്ടുപോകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَمَا يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبٌ عَتِيدٌ. നിങ്ങൾ ഓരോരുത്തരും സൗണ്ട് കുറച്ചുകൂടെ കൂട്ടി തരാം, എനിക്ക് കുറഞ്ഞു പോയി എന്നുള്ളതുകൊണ്ടാണ്, അത് വിഷമിക്കണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വചനങ്ങളെയും ഓരോ ചലനങ്ങളെയും ഓരോ സംവേദനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപോകുന്നില്ല, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പഴയ കാലത്തുള്ള ശബ്ദങ്ങൾ റീഡ് ചെയ്യാൻ ശാസ്ത്രം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽ ഹജ്ജി യറസൂക റിജാലൻ വഅലാ കുല്ലി വാമിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീൻ എന്ന് വിളിച്ചു പറഞ്ഞ വിളി അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. അത് റീഡ് ചെയ്തെടുക്കാൻ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി പറയാൻ പറ്റില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ ശാസ്ത്രം വികസിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ മുഴുവൻ ശബ്ദവും റെക്കോർഡ് ചെയ്താൽ ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ വിളിയും ഉണ്ടാകാം, ആദം നബിയുടെ വിളിയൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ശാസ്ത്രത്തിന് അങ്ങനെയൊക്കെ പറ്റിയേക്കാം. ഏതായാലും ഇതെല്ലാം പ്രകൃതിയിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. എന്തിനേറെ നമ്മുടെ ഓരോരുത്തരുടെയും ഫോണുകളിൽ ഇപ്പോൾ കോൾ റെക്കോർഡിംഗ് സിസ്റ്റമുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മുഴുവനും റെക്കോർഡ് ചെയ്തിട്ട് ഒരുപക്ഷെ രഹസ്യങ്ങൾ വരെ പൊളിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ. ഇപ്പൊ ആരോടൊന്നും സംസാരിച്ചുകൂടാ, എവിടെയും നമ്മൾ സൂക്ഷിച്ചല്ലാതെ നിൽക്കാൻ പറ്റൂല. വീട്ടിലെ പ്രൈവറ്റ് റൂമിൽ പോലും ഡ്രസ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. അത്രയും അപകടകരമായ ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ ഈ നിലയിൽ എല്ലായിടത്തും സൂക്ഷ്മദർശിനികളും ദർശനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വർത്തമാനങ്ങളെയും ചലനങ്ങളെയും അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അത് രേഖപ്പെടുത്തി വെക്കാനും അതെല്ലാം നിർവഹിക്കാനുള്ള നമ്മുടെ മാലാഖമാരെന്ന ദൗത്യം നിർവഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളണേ. ഏതുപോലെയാണ് അബൂദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് പോകുന്ന റോഡിൽ ആദത്തരീഖ് മുറാഖബും റഡാർ, ഈ റോഡ് റഡാർ ചെക്കിങ്ങുള്ള റോഡാണെന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നാട്ടിലേക്ക് പോകാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോ ഇവന്റെ ID ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് നീ 12-ാം തീയതി 12:30 ദുബൈ അബുദാബി റോഡിൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് നീ 65 കിലോമീറ്റർ വേഗതയിൽ പോയിരിക്കുന്നു. അവിടെ പറയും അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? എന്നാ നിങ്ങളൊന്ന് എന്താ പറഞ്ഞ് തെളിവുള്ളത്? അതാണ് ഖുർആൻ പറഞ്ഞ ശൈലി. ഇതേ ഒരു ഓർഡറല്ല. എന്താ തെളിവുള്ളത്? ഒരു സെക്കൻഡ് കമ്പ്യൂട്ടറിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അന്ന് ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനത്തിന്റെ ചിത്രം, റഡാർ എടുത്ത ചിത്രം ഇങ്ങോട്ട് കാണിച്ചു തരും. അപ്പോൾ അടയാളപ്പെടുത്തിയ ടൈം അടക്കം. ഈ സംവിധാനം ഭൗതിക ലോകത്തുണ്ടെങ്കിൽ ഈ റോഡിലൂടെ പോയാൽ റഡാർ ചെക്കിംഗ് ഉണ്ടെന്ന് കണ്ടാൽ ബുദ്ധിയുള്ള ഡ്രൈവർ അവന്റെ പൈസ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലെങ്കിൽ സൂക്ഷ്മതയോടെ മാത്രമേ അവൻ വണ്ടി ഓടിക്കുന്നുള്ളൂ. അതുപോലെ അല്ലാഹു തആല നമ്മുടെ മുമ്പിലും പറയുകയാണ്, റഖീബുൻ അതീദ് ഹാദൽ ഹയാത്തു മുറാഖബുൻ ബില്ലാഹ്. ഈ ജീവിതം അല്ലാഹുവിന്റെ ചെക്കിങ്ങുള്ള ജീവിതമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് മനസ്സിലായാൽ പിന്നെ അവരെ അബദ്ധത്തിലേക്ക് പോവില്ല.
അതാണ് ഇബ്രാഹിമിനെ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, എനിക്ക് കുറച്ച് തെറ്റും തോന്നിവാസവും ഒക്കെ ചെയ്യണം. ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുന്നത്, അള്ളാഹു തആല അറിയാത്ത തരത്ത്, അള്ളാഹു കാണാത്ത തരത്ത്, അള്ളാഹു തരാത്ത ഭക്ഷണം കഴിച്ച്, അള്ളാഹു തരാത്ത ആരോഗ്യം വെച്ചുകൊണ്ട് നീ ചെയ്തോ. മസാലിക്കുൽ അബ്സാർ ഫീ മമാലിക്കിൽ അംസാർ എന്ന കിതാബിന്റെ 7ാം വാള്യം ഔലിയാക്കളെ കുറിച്ച് പറയുന്ന വാള്യമാണ്. അതിൽ ഒരു സ്ഥലത്ത് മഹാനവരുടെ ജീവിതം പറയുമ്പോൾ ലാബുൽ മുത്തഖീൻ എന്ന ഗ്രന്ഥത്തിൽ എടുത്തു ധരിക്കുമ്പോൾ അവിടെയെല്ലാം പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ടവർ ഇതെന്ന് പറഞ്ഞപ്പോ ഈ കേട്ട ആൾ ആലോചിച്ചു, പടച്ചവനെ, അള്ളാഹ് കാണാത്ത സ്ഥലം എവിടെയാണ്? അള്ളാഹ് അറിയാത്ത ഇടം എവിടെയാണ്? അള്ളാഹുവിന്റെ നിരീക്ഷണമില്ലാത്ത ഭാഗം എവിടെയാണ് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീഴുന്നു. ഇതുപോലെ ചിന്തിക്കാനാണ് അല്ലാഹു തആല നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാത്രം പറഞ്ഞു പോയാൽ നീണ്ടുപോകും. ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുകയാണ്. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. وجاءت سكرة الموت. സക്കറാത്തുൽ മൗത്ത് ആഗതമായിരിക്കുന്നു, മരണം ആസന്നമായിരിക്കുന്നു. ബിൽ ഹഖി അനിഷേധ്യമാം വിധം. ذلك ما كنت منه تحيد. നീ ആ മരണത്തെ നിഷേധിച്ചുകൊണ്ടല്ലേ ഇന്ന് വരെ ജീവിച്ചത്. എല്ലാ മുസ്ലിയാമാരും പണ്ട് മുതൽ ഇന്ന് വരെ വയത് പറഞ്ഞത്, ആചാരെ മരിക്കണ്ടേ, മുതലാളി മരിക്കണ്ടേ, മുസ്ലിയാരെ മരിക്കണ്ടേ, പ്രിയപ്പെട്ട സഹോദര നാളെ മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകില്ലേ, ഇത് പറഞ്ഞിട്ടല്ലാതെ ഒരു വയലും തുടങ്ങിയിട്ടില്ല, ഒരു വയലും അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നാൾ ആവർത്തിച്ച് വയല് പറഞ്ഞിട്ടും എന്റെയും നിങ്ങളുടെയും തലയിൽ മരണമെന്ന യാഥാർത്ഥ്യം കോലപ്പെടുകയോ രൂപപ്പെടുകയോ ചെയ്തിട്ടില്ല. അതാണ് ഖുർആൻ പറയുന്നത്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. അനിഷേധ്യമാം വിധം മരണം ആസന്നമായിരിക്കുന്നു. ذلك ما كنت منه تحيد. അതായിരുന്നു നീ നിഷേധിച്ചുകൊണ്ട് നടന്നത്. ആചാര്യ ചിലപ്പോ അടുത്ത കൊല്ലത്തെ റമദാന് കാണൂല, അതുകൊണ്ട് മര്യാദക്ക് നോമ്പ് പിടിച്ചോ എന്ന് പറഞ്ഞാൽ, ഓ ഈ മൊയ്യാരിപ്പ് എവിടുന്ന് ജീവിതം, മരണം നമ്മുടെ തലയിലേക്ക് വരുന്നില്ല. മരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വരെ നമ്മൾ അറിയുന്നില്ല, നമ്മളെ പിടിക്കുന്നത് വരെ നമ്മൾ അറിയുന്നില്ല. ഈ നിലയിൽ നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന മരണം വന്നിരിക്കുന്നു. എന്തിനാണ് ഖുർആൻ ഇത് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലസാത്ത്. നിങ്ങളുടെ എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും ആഹ്വാനങ്ങളെയും ആഭിജാത്യങ്ങളെയും ആഢ്യത്വങ്ങളെയും ഇല്ലാതെയാക്കിക്കളയുന്ന മരണത്തെ നിങ്ങൾ അധികം ഓർക്കണം. പണം കിട്ടിയപ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കി, റമദാനാണെന്ന് ചിന്തിച്ചില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ശിആർ പാലിക്കണമെന്ന് ആലോചിച്ചില്ല. പണക്കുഴപ്പ് കയറിയപ്പോൾ ഒരു ബാറങ്ങ് തുടങ്ങിക്കളഞ്ഞു. അപ്പോഴും അള്ളാഹു തആല തന്ന പണമാണെന്ന് ചിന്തിച്ചില്ല. എക്കാലത്തെ വിട്ടുകൊണ്ട് അലക്ഷ്യമായി സഞ്ചരിച്ചു കളഞ്ഞു. റമദാൻ മാസം വന്നപ്പോൾ ആലോചിച്ചില്ല. അന്യ പെണ്ണിനോട് ഇടപഴകാൻ പാടില്ല, നിന്റെ ജീവിതത്തിന്റെ നിഷ്ഠ പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം മകൾക്ക് ഔറത്ത് മറയ്ക്കുന്ന കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാളെ അവളെ കെട്ടിപ്പൊതിഞ്ഞ് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുമ്പോ അവളെ നരകത്തിലേക്ക് അനയിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കി ഡ്രസ്സെടുത്ത വാപ്പാട് തലയിൽ കയറിയില്ല. അവിടെയാണ് മരണത്തെ നമ്മൾ വിസ്മരിച്ചത്. അതേ സമയത്ത് മരണത്തെ ഓർത്തിരുന്നെങ്കിലോ ബഹുമാനപ്പെട്ട ഇമാമുകളെ പോലെ അവരുടെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് ദുനിയാവ് അതിന്റെ മുഴുവൻ ഭാവത്തോടെയും തുറക്കപ്പെട്ടപ്പോഴും അവരാരും അതിൽ വഞ്ചിക്കപ്പെട്ടില്ല. ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ
സുന്ദരിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ സുന്ദരമായ ഒരു രൂപം അതിനെ കണ്ടപ്പോഴേക്ക് അതിനെതിരെ കഠിനമായ സമീപനം ഞെരുവങ്ങൾ സ്വീകരിക്കുന്നു. കാരണം എന്താണ്? അത് ദുനിയാവാണ്. ഇതുപോലെ നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന സാധനമാണ്. ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ പറയുകയാണ്, ദുനിയാവെന്ന് പറഞ്ഞാലോ ഉടുത്തൊരുങ്ങിയ ഒരു കിഴവിയാണ്, കിഴവിയെ പോലെയാണ്. നമ്മളിങ്ങനെ ചെറുപ്പക്കാർ റോഡിന്റെ വക്കിലിരിക്കുമ്പോ അതാ ഒരു നല്ല ചെറുപ്പക്കാരി പോകുന്നു. ഡ്രസ്സൊക്കെ കണ്ടപ്പോ തോന്നി ചെറുപ്പക്കാരിയാണ്, നല്ല ഒന്നാന്തരം ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. അപ്പൊ 2-3 ചെക്കന്മാര് തീരുമാനിച്ചു ഇവളെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോ ആരുമില്ലാത്ത സ്ഥലമാണ്, ഒന്നുകില്ലൊന്ന് കടന്നു പിടിക്കാം അല്ലെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാം എന്ന നിലയ്ക്ക് ചെറുപ്പക്കാര് 2 പേര് റോഡിന്റെ വക്കിലൂടെ ഉടുത്തൊരുങ്ങി പോകുന്ന പെണ്ണിന്റെ പിന്നിൽ കൂടി പടച്ചവനെ കാലിയായ സ്ഥലത്തേക്ക് ചെന്നു. അവളെ കടന്നു പിടിച്ച് നോക്കിയപ്പോൾ തൊലി ചൊളിഞ്ഞ മോണയിൽ പല്ലില്ലാത്ത ഒരു ഉമ്മാമയാണ്. ഡ്രസ് ചെറുപ്പക്കാരിയുടേതാണെന്നേ ഉള്ളൂ. എന്നാൽ എങ്ങനെയുണ്ടാകും ചെറുപ്പക്കാരെ? ഇതുപോലെയാണ് ദുനിയാവ്. നീ പ്രേമിച്ചതിന്റെ പിന്നാലെ പോയി അവസാനം വരുമ്പോ മനസ്സിലാകും ഇത് കേവലം ഒരു ശവമാണ്, ഒരു മൂല്യവുമില്ലാത്ത സാധനമാണെന്ന് മനസ്സിലായി പോകും. അതുകൊണ്ട് നീ ഇതിന്റെ അലങ്കാരത്തിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് ഇമാം ഗസ്സാലി തങ്ങളെ ഉദാഹരണം പറയുന്നു. ഇതുപോലെ ഒരുപാട് മഹാന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മഹത്തുക്കളായ ആളുകളുടെ മുമ്പിൽ ദുനിയാവ് വന്നപ്പോൾ അവരതിനെ പൂർണ്ണമായും വകഞ്ഞു മാറ്റിവെച്ചു. കാരണം എന്താ? ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിന്നോട് സംസാരിക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് നിന്നോട് സംസാരിക്കുന്നത് ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി, ഈ ജീവിതം കേവലം നൈമിഷികമാണ്. അപ്പോൾ നീ എന്ത് വേണം? നീ മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തുകൊണ്ടങ്ങനെ ഇരിക്കണമെന്നല്ല. മരണത്തെ ഓർക്കുന്നതിന്റെ ലക്ഷണം തഅജീലു തൗബതി, തൗബയെ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യലാണ്. പടച്ചവനെ, ഞാൻ ഇങ്ങനെയായി മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് തൗബ ചെയ്യലാണ്. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, എവിടെയാണ്, എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് മരണം വരുന്നതെന്നറിയില്ല. കണ്ടില്ലേ, റോഡ് വക്കിലൂടെ പോകുന്ന ഒരു സൈക്കിൾ യാത്രക്കാരന്റെ തലയിലേക്ക് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ഉണങ്ങിയ തെങ്ങ് ഒടിഞ്ഞു വീണയാൾ മരിക്കുന്നു. യാദൃശ്ചികമായി നാഷണൽ ഹൈവേയിൽ ആലപ്പുഴയിൽ ഒരിക്കൽ എനിക്ക് എന്റെ കൺമുമ്പിൽ കാണാൻ കഴിഞ്ഞ രംഗമാണ്. സൂപ്പർ ഫാസ്റ്റിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അതാ മുന്നിൽ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള സീറ്റിലാണിരിക്കുന്നത്. പെട്ടെന്ന് വണ്ടി ചവിട്ടുന്നു. മറ്റൊന്നുമല്ല, ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് പഴുത്ത ചക്ക വീണ് ഹെൽമെറ്റ് പോലെ മൂടിപ്പോയി മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് മരിച്ചത് പത്രത്തിൽ വായിക്കുന്നു. ഒരു തലയും ചക്കയും തമ്മിലുള്ള അനുപാതം എത്ര കൃത്യമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അടയാളപ്പെടുത്തി. അവൻ ഇന്നാലിന്റെ റോഡിൽ ഇന്ന ആളുടെ മരത്തിലെ ചക്ക വീണ് മരിക്കണമെന്ന്